ഹലോ ഗൈസ്, കഴിഞ്ഞ 35 ദിവസം ബിഗ് ബോസിൽ നിന്ന് അവസാനം കഴിഞ്ഞ ആഴ്ച പുറത്തുപോയ അപ്പാനി ശരത്തിനോട് കഴിഞ്ഞ 35 ദിവസത്തെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചപ്പോൾ അപ്പാനി ശരത് പറഞ്ഞത്, അപ്പാനി ശരത്തിനെ സംബന്ധിച്ചിടത്തോളം ആ 35 ദിവസം വളരെ വലിയ ദിവസങ്ങളായിരുന്നു. ഒരു ദിവസം ബിഗ് ബോസ് വീട്ടിൽ സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ പ്രേക്ഷകർ ചിന്തിക്കുന്നത് പോലെ വളരെ ഈസിയായ കാര്യമല്ല. പലതരം ഇമോഷൻ, സംടൈം മെൻ്റലി ഡിപ്രഷൻ പോലെ ആവുമെന്നാണ് നമ്മുടെ അപ്പാനി ശരത് പറഞ്ഞത്. മാത്രമല്ല, മെയിനായിട്ട് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുമ്പോൾ കുറച്ച് കുതന്ത്രങ്ങളൊക്കെ ഉണ്ടാക്കണമെന്നാണ് നമ്മുടെ അപ്പാനി ശരത് പറഞ്ഞത്. അത് അവസാന നിമിഷത്തിലാണ് അപ്പാനി ശരത്തിന് തോന്നിയത്. ബിഗ് ബോസ് വീട്ടിൽ അപ്പാനി ശരത്തിന് ചെയ്യാൻ പറ്റാതെ പോയതും കുതന്ത്രങ്ങൾ മെനയുക എന്നതെന്നാണ് നമ്മുടെ അപ്പാനി ശരത് പറയുന്നത്. അതുകൊണ്ട് തന്നെ അപ്പാനി ശരത് പറയുന്നു, സത്യമായിട്ടും താൻ ഇതുവരെ, അതായത് ആ ബിഗ് ബോസ് വീട്ടിലുള്ള ഒരു സമയത്ത് പോലും മനഃപൂർവ്വം കുതന്ത്രങ്ങൾ ഉണ്ടാക്കി ഏതെങ്കിലും ഒരു മത്സരാർത്ഥികളെ ആ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താക്കണമെന്ന് ചിന്തിച്ചിട്ടില്ല എന്നാണ് അപ്പാനി ശരത് പറയുന്നത്. വളരെ ജെന്യൂനായിട്ട് മാത്രമാണ് അപ്പാനി ശരത് ബിഗ് ബോസ് വീട്ടിൽ ഈ 35 ദിവസം നിലനിന്നത് എന്നാണ് അപ്പാനി ശരത്തിൻ്റെ അവകാശവാദം. അതുപോലെ തന്നെ അപ്പാനി ശരത് പിന്നെ എങ്ങനെയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായത് എന്നുള്ള ചോദ്യത്തിന് അപ്പാനി ശരത് പറയുന്നത്, ഒരുപാട് മത്സരാർത്ഥികളൊക്കെ ബിഗ് ബോസ് വീട്ടിൽ വന്ന സമയത്ത് വോട്ടുകളൊക്കെ സ്പ്ലിറ്റ് ആയിട്ടുണ്ടാകാം, അങ്ങനെയായിരിക്കാം എൻ്റെ വോട്ട് കുറഞ്ഞു പോയതും ഞാൻ പുറത്തു വന്നതും എന്നാണ് അപ്പാനി ശരത്തിൻ്റെ അഭിപ്രായം. മാത്രമല്ല, കുതന്ത്രങ്ങൾ മെനയുവാൻ ഞാൻ ഒരിക്കൽ പോലും ബിഗ് ബോസ് വീട്ടിൽ ശ്രമിച്ചിട്ടില്ല. ആ ശ്രമിക്കാത്തതൊക്കെ കാരണം തന്നെയാകാം ചിലപ്പോൾ ഞാൻ പുറത്തായിട്ടുണ്ടാവുക എന്നാണ് അപ്പാനി ശരത് പറയുന്നത്. ഈ കഴിഞ്ഞ 35 ദിവസങ്ങളും വളരെ ജെന്യൂനായിട്ട് മാത്രമാണ് താൻ അവിടെ നിന്നത് എന്നാണ് അപ്പാനി ശരത്തിൻ്റെ അഭിപ്രായം. ഇനി അപ്പാനി ശരത് എന്നല്ല, ഏതൊരു മത്സരാർത്ഥിയും, ആരാണോ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു വന്നതും വരാത്തതുമായ മത്സരാർത്ഥികൾ, അവരൊക്കെ അവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ചെയ്തിരുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ മത്സരാർത്ഥികളുടെ വായിൽ നിന്ന് നമ്മൾ കേൾക്കേണ്ട ഒരാവശ്യവുമില്ല. കാരണം 24/7 ഇതെല്ലാം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലാതെ എപ്പിസോഡിലൂടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു മത്സരാർത്ഥിയുടെയും ഒരു അഭിപ്രായ പ്രകടനവും നമ്മൾ വിശ്വസിക്കണമെന്നില്ല. ഇതൊക്കെ ലൈവും അല്ലാതെയും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാകും ഓരോ മത്സരാർത്ഥിയും അവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ എന്താണ് ചെയ്തതെന്നൊക്കെ.